വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻജോർഡ് ഇഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. 2025 ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, പ്രേക്ഷകരായ നിങ്ങളും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ്. അതോടൊപ്പം VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹവും കണ്ണിനും കണ്ണല്ലേ നീ, കത്തും വിളക്കല്ലേ നീ, സൗഹൃദം പൂക്കും പോലെ എന്നിൽ സുഗന്ധം. ഇൻഷുറൻസ് പ്രോഗ്രാമിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളെ ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? എവിടെ സ്ഥലം? മലപ്പുറം. വർക്ക് ചെയ്യുന്നു? ഓക്കെ. ആൽവിൻ, വീട് ഇടുക്കി, പിന്നെ വർക്ക് ചെയ്യുന്ന UST. ജിതിൻ, വീട് കണ്ണൂർ, ഇവിടെ USTയിൽ വർക്ക് ചെയ്യും. കൃഷ്ണപ്രിയ, വീട് പാലക്കാട്, ഇവിടെ USTയിൽ വർക്ക് ചെയ്യും. നീമ, വീട് പാലക്കാട്, ഇൻഫോസിസിൽ. വിസ്മയ, തൃശ്ശൂരാണ് വീട്, ഇവിടെ ടെക്നോ പാർക്കിൽ വർക്ക്. എല്ലാവരും ഫ്രണ്ട്സ് ആണല്ലേ? കറങ്ങാൻ ഇറങ്ങിയത്? അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസർ നിങ്ങൾ എനിക്ക് തരിക. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം. ആരാണോ ഇന്ന് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയി. ഓക്കെ, കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാ ഇല്ലാത്തവൻ വെള്ളം കുടിച്ചു. എന്താണ്? വാ ഇല്ലാത്തവൻ വെള്ളം കുടിച്ചു. തീ അല്ല, വാ ഇല്ലാത്തവൻ വെള്ളം കുടിച്ചു. ആൻസർ തെറ്റുമെന്നും പറഞ്ഞിരിക്കേണ്ട, ആൻസർ അറിയാവുന്നവർ പറയുക. കിണറാണോ? കിണറല്ല. മണ്ണ് അല്ല. വാ ഇല്ലാത്തവൻ വെള്ളം കുടിച്ചു. ക്ലൂ, ജീവനില്ലാത്ത വസ്തുവാണ്, അറിയില്ലോ. മലയാളത്തിൽ ഇംഗ്ലീഷിലാണെങ്കിൽ 6 ലെറ്റർ, എഫിൽ സ്റ്റാർട്ട് ചെയ്യും. സ്പോഞ്ച്. കറക്റ്റ് ആൻസർ ആണ്. അതിന് ക്ലൂ തരാൻ എങ്ങനെ ക്ലൂ തരും എന്ന് എനിക്ക് അറിയാൻ വയ്യ. അങ്ങനത്തെ ഒരു ആൻസർ ആയിരുന്നു. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വള്ളി വള്ളി 1000 വള്ളി, ആദ്യം കറുത്തിട്ട് പിന്നെ വെളുത്തിട്ട്. എന്താണ്? വള്ളി വള്ളി 1000 വള്ളി, ആദ്യം കറുത്തിട്ട് മുടി. കറക്റ്റ് ആൻസർ. ഈ ആൻസർ പറഞ്ഞ ഉടനെ കൈയടിക്കുകയാണ്. ബാക്കിയുള്ളവരെ കൊണ്ട് കൈയടിപ്പിക്കാത്തത് ഭാഗ്യം. എന്തോ അത് തന്നെ അവന്റെ ഡയലോഗ് അല്ലേ എന്റെ സിനിമയില്. അത് ഏത് സിനിമ? CID മ്യൂസിയല്. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മേലെ കാട്ടിൽ കൊയ്ത്തരിവാൾ. എന്താണ്? എന്ത് മൂൺ? ചന്ദ്രകല. കറക്റ്റ് ആൻസർ ആണ്. രണ്ട് ക്വസ്റ്റ്യൻ്റെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, അവിടെ ഒരു ക്വസ്റ്റ്യൻ. കൂട്ടുകാർ സ്പോഞ്ച് പറഞ്ഞു. ഇവിടെ 2 ക്വസ്റ്റ്യൻ, അവിടെ ഒരു ക്വസ്റ്റ്യൻ. 2:1. നമുക്കൊന്നും ഇല്ലല്ലേ? നീ നോക്കിക്കൂടെ തവളെ, ഇന്നേ വരെ ഈ ക്യാമ്പസ് കാണാത്ത പുതിയൊരു സമരമുറ നാളെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. മരത്തിലുണ്ട് വരത്തിലില്ല, ആഴത്തിലുണ്ട് ആനയിലില്ല, 2 അക്ഷരമുള്ള പേര് ചൊല്ലാമോ? ഒന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം. മരത്തിലുണ്ട് വരത്തിലില്ല. ഓക്കെ,
ആഴത്തിലുണ്ട് ആനയിലില്ല. എന്താ? മഴ കറക്റ്റ് ആൻസർ ആണ്. മഴയാണ് കറക്റ്റ് ആൻസർ. പിള്ളേർക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുക്കണേ. തല്ലുള്ളി തരവല്ലേ കാണിക്കണേ. 3 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അവിടെയും ഞങ്ങൾക്കൊന്നുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, മുറ്റത്തെ വട്ടച്ചെമ്പ് ആരെ കൊണ്ടും മാറ്റാൻ പറ്റില്ല. കിണർ. ഇവിടെ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ. ആൻസർ ഒന്നും കിണർ ആണ് ആൻസർ. 4 പേരും കൂടെ സ്കൗട്ടിന് പോടാ. പിന്നെന്താ നിരന്ന് നിൽക്കുന്നത്? ഉറക്കം വരുന്നില്ലേ? എന്നാ പോയി കിടന്ന് ഉറങ്ങ. റിവേഴ്സേ പോവുള്ളല്ലേ? അത് ശരി. സ്നേഹവും കണ്ണിനും കണ്ണല്ലേ നീ, കത്തും വിളക്കല്ലേ നീ, സൗഹൃദം പൂക്കും പോലെ എന്നിൽ സുഗന്ധം. നിങ്ങളുടെയൊക്കെ കയ്യിൽ വേസ്റ്റുകളുണ്ടോ? മാമനിപ്പോ പെട്ടെന്ന് വേസ്റ്റ് കൊണ്ട് കളഞ്ഞോളാൻ വയ്യ. ഒരു വേസ്റ്റും ഇല്ലേ മക്കളെ? ബാക്കി കൂടെ ചോദിക്കാം. 3 കണ്ണുണ്ടെങ്കിലും അന്ധനാണ്. ആരാണ്? തേങ്ങ. കറക്റ്റ് ആൻസർ. തുടങ്ങി. എന്നെ മറക്കരുത്. മറക്കൂ. ആറ്റുനോറ്റുണ്ടായ ആ കുട്ടിയെ ഞങ്ങളുടെ ഡേ കെയറിൽ തന്നെ ആക്കണം. ഹസ്ബൻഡ് സമ്മതിച്ചിട്ടുണ്ട്. സുഖപ്രസവത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ദൈവമേ. നമുക്കും കിട്ടി തുടങ്ങി. ഇനി അടുത്ത 7ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. 3 ഇതൾ പൂവ് തല കീഴായി നിൽക്കും, ചൂടകറ്റും സുഖം പകരും. എന്താണ്? ഫാൻ. ഫാൻ എന്ന് പറഞ്ഞ ഫാൻ ഞാൻ കൈടിയും. എത്ര ക്വസ്റ്റിന്? 3. അവിടെ 4. 3 ആണല്ലേ? അപ്പോൾ 3:3 എന്ന അനുപാതത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പേര് ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റിനെ പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ, അകത്ത് രോമം പുറത്തിറച്ചി. എന്താണ്? പണ്ടൊക്കെ നമ്മൾ കേട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. അകത്ത് രോമം പുറത്തിറച്ചി എന്താണ്? എന്നെ അറിയിക്കാതെ മീൻ പിടിക്കാൻ പോവുകയാണല്ലേ? ആരാ പറഞ്ഞേ? പിന്നെ എന്തിനാ ഈ കോരുവലയൊക്കെ എടുത്ത് പുറത്തിട്ടേക്കുന്നത്? അയ്യോ, ഇതെന്റെ അണ്ടർവെയറോ? ഇതിനെ അണ്ടർവെയർ എന്നാണോ പറയുന്നത്? നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. മൂക്ക് കറക്റ്റ്. എന്റെ മൂക്ക് വേണ്ടിയിട്ടാണ് ആൻസർ പറഞ്ഞത്. മൂക്ക് കറക്റ്റ് ആൻസറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, 1000 പോലീസുകാർക്ക് ഒരു ബെൽറ്റ്. ഇതും ചൂൽ. ഇവിടെയാണ് ആൻസർ പറഞ്ഞത്. 4 ക്വസ്റ്റിന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആകെ ഒരേ ഒരു ക്വസ്റ്റിനെ ബാക്കിയുള്ളൂ. അതിന് ഇയാൾ പറയുകയാണെങ്കിൽ 2 പേരും ചേർത്തിട്ട് എനിക്ക് ഒരു മത്സരം നടത്തേണ്ടി വരും. നോ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, വായ ഇല്ലാത്തവൻ കഞ്ഞിവെള്ളം കുടിച്ചു. വായ ഇല്ലാത്തവൻ കഞ്ഞിവെള്ളം കുടിച്ചു. എന്താണ്? ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയാം. പെട്ടെന്നൊന്നും കിട്ടാറില്ല. ക്ലൂ, ഇതൊരു ഡ്രസ് ഐറ്റംസ് കിട്ടും. വായില്ലാത്തവൻ കഞ്ഞിവെള്ളം കുടിച്ചു. ഉണ്ട്. കറക്റ്റ് ആൻസർ. 5 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. അതാണ് എല്ലാവർക്കും. ഏത് ഡ്രസ് വേണമെങ്കിലും നമുക്ക് കഞ്ഞിവെള്ളം മുക്കാലും. ഇല്ല, എനിക്കൊന്നും ഉണ്ട്. ഷർട്ട്, അങ്ങനെ സാരി നമ്മൾ മുക്കാറും. സാരി എല്ലാം പക്ഷെ പറഞ്ഞില്ലല്ലോ. എന്നിട്ട് എന്തായിരുന്നു പേര്? നീമ. ഓക്കെ, അടിപൊളി പേര്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന നീമക്കുട്ടിയാണ്. നീമക്കുട്ടിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ചെറിയ സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയായ ഹർഷകുമാർ സാറിന് ക്ഷണിച്ചോളൂ. പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ പേര് പറഞ്ഞില്ല. അനുശ്രീ. കൃഷ്ണപ്രിയ. പേര് പറയാനില്ല. എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? നന്നായിരുന്നു. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ടഫായിരുന്നു. വളരെ ടഫ്. നല്ല പ്രോഗ്രാം.
എപ്പോൾ വീട്ടിൽ പോകും നിങ്ങൾ? കുറച്ച് നിങ്ങളെ കണ്ടേ എനിക്ക് വിഷമം തോന്നുന്നു ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ കറങ്ങാൻ. അപ്പോൾ ഇന്നത്തെ ഇൻജോർഡിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.